നമസ്കാരം. ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ശരിക്കും ഇന്നത്തെ അല്ല ഏതെങ്കിലും ഒരു ലേഡീസ് അവർ എപ്പിസോഡിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരു വ്യക്തിത്വം. നമ്മൾ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങളും ഇതൊക്കെ മാറി ഇപ്പോൾ പതുക്കെ വ്യക്തിത്വങ്ങൾ അല്ലേ, പേഴ്സണാലിറ്റീസ് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫെമിനിസ്റ്റിക് വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒത്തിരിയധികം ശക്തി പകരുന്ന ഒരു കഥയുണ്ട്, ഒരു കഥാകാരിയുണ്ട്. ചില വ്യക്തികൾ അങ്ങനെയാണ് അല്ലെ, നമുക്കൊക്കെ ഭയങ്കര പ്രചോദനമായിരിക്കും. നമുക്ക് അവരുടെ ജീവിതം ജീവിച്ച് കാണിച്ചു തരുകയും ചെയ്യും. അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന രീതിയിലുള്ള ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ റാക്സ് ടു റിച്ചസ് എന്നുള്ളൊരു ജീവിതം. ശരിക്കും നല്ലൊരു കുടുംബത്തിൽ അച്ഛനും അമ്മയും സയന്റിസ്റ്റുകളായിരുന്നു. അങ്ങനത്തെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്തിരുന്ന മകളായി ജനിച്ച് പൊതുവെ ഭാഷാ പ്രാവീണ്യമുള്ളത് കൊണ്ട് സ്കൂളിലെ ഹെഡ് ഗേളൊക്കെ ആയിരുന്നു. എന്നിട്ട് അങ്ങനെ ഇരിക്കവേ ഒരു ഫെയർലി ഓക്കെ കുഴപ്പമില്ലാത്തൊരു ജോലിയും ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു. ഭാഷ ആണല്ലോ ഏരിയ. എന്നിട്ട് അങ്ങനെ ഇരിക്കവേ കല്യാണം കഴിച്ചു. ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ നമ്മള് കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണെന്ന് വ്യക്തമാക്കിയില്ല. ഓക്കെ, ശരി. കഥ വ്യക്തിത്വത്തെ ആദ്യം തന്നെ വെളിപ്പെടുത്താം. വീണയ്ക്ക് സസ്പെൻസ് സഹിക്കുന്നില്ല. ഹാരി പോട്ടർ എന്ന സീരീസ് എഴുതിയ ജെ.കെ. റൗളിംഗ്. ഇപ്പൊ ജെ.കെ. റൗളിംഗ് എന്നുള്ള പേര് കേട്ടാല് സ്ത്രീയാണ് എന്ന് പെട്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല അല്ലെ? അസ്യൂം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അവർ വളരെ സുപരിചിതയാണ് എല്ലാവർക്കും. ഹാരി പോട്ടർ എന്ന പോലുള്ള പേര് പറയുമ്പോൾ തന്നെ കൂടെ വായിക്കുന്ന ഒരു പേര് കൂടിയാണ് ജെ.കെ. റൗളിംഗ് എന്നുള്ളത്. ലോകത്ത് തന്നെ പുസ്തകങ്ങൾ വിറ്റഴിച്ചത് കൊണ്ട് ഇത്രയധികം സമ്പന്നയായ മറ്റൊരു സ്ത്രീ ഇല്ല എന്നുള്ളതാണ് പല സർവേകളും പല സ്റ്റഡീസും തെളിയിക്കുന്നത്. അപ്പോൾ ജെ.കെ. റൗളിങ്ങിനെ കുറിച്ചും അവരെങ്ങനെ ഇത്രയും ധനികയായെന്നുള്ളതും അവരുടെ തുടർന്നുള്ള ജീവിതവും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാനാകാത്ത പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം, എൻ്റെ പേര് മിന്നി. എനിക്കൊരു ഡ്രസ്സസ് ബൈ മിന്നി എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഫേസ്ബുക്കിൽ. അതിൽ പെൺകുട്ടികളിലാണ് കൂടുതൽ ചെയ്യുന്നത്. ആൺകുട്ടികളുടെ ബാപ്റ്റിസം സെറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ് ടു 10 years ഞാൻ ചെയ്യുന്നുണ്ട്. അത് എവറിത്തിങ് ഈസ് ഓൺലൈൻ. വെച്ചാൽ മെഷർമെൻറ്റ്സ് അവർ ഓൺലൈൻ തരും. എന്നിട്ട് ഫിനിഷ് ഡ്രസ്സസ് മോസ്റ്റ്ലി ഞാൻ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്, അയച്ചു കൊടുക്കുകയാണ് ബൈ കൊറിയർ. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, ഔട്ട്സൈഡ് കൊറിയർ ഇല്ല എനിക്ക്. പിന്നെ എല്ലാ ടൈപ്പും ചെയ്യും. ദാറ്റ് ഈസ് ബർത്ത്ഡേ ഡ്രസ്സസ്, ബാപ്റ്റിസ്മൽ ഡ്രസ്സസ്, പിന്നെ ബേബി സൂട്ട്സ് ആമ്പിള്ളേരുടെ അപ് ടു 1 year അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് 3 പെൺപിള്ളേരായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഡ്രസ്സസ് ചെയ്തു, അവരുടെ പിള്ളേർക്ക് ഞാൻ ഡ്രസ്സസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ക്ലിനിക്കിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ് ഇവിടെ വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് പിള്ളേർ നിർബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നൗ ഐ എം ഹാപ്പി. കാരണം വെച്ചാൽ ബോറടി ഇല്ല, ഒരു ഹോബിയാണ് ആക്ച്വലി. അപ്പോൾ ഇറ്റ് കീപ്സ് മീ ഓക്യുപ്പൈഡ്. ഓർഡർ യൂഷ്വലി ബൈ വാട്സാപ്പാണ്. വാട്സാപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ തന്നെ അവർ മെസ്സഞ്ചറിലിടും. പിന്നെ നമ്മൾ അവരുടെ ബഡ്ജറ്റ് ചോദിക്കുക. അവരുടെ ഇപ്പോൾ ബാപ്റ്റിസം സെറ്റ്സ് പല ബഡ്ജറ്റിലുണ്ടല്ലോ, പല റേഞ്ചിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. യൂഷ്വലി എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേരുടെ തന്നെ ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യമേ, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അവർ പറയും ആൻറ്റി എൻ്റെ ഇഷ്ടത്തിന് ചെയ്തു. അപ്പോൾ ഞാൻ അയാസം ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടിയെന്ന്. അപ്പോൾ അവർക്കൊരു തീം കാണുമല്ലോ, ഒരു ബർത്ത്ഡേക്ക് ആണെങ്കിൽ ദിൽ ഹാവ് എ തീം. അപ്പോൾ അതനുസരിച്ച് ആ കളറിൽ ചെയ്യും. പിന്നെ ചിലർ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ ചിലപ്പം നമുക്ക് പടം അയച്ചു തരും, ഇതുപോലെ ചെയ്യാവോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട്.
ബൾക്കായിട്ട് ഞാൻ എടുക്കാറില്ല. കാരണം വെച്ചാൽ അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കല്ലേ. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ച് പോയി ഞാൻ ആ പർട്ടിക്കുലർ തുണി മാത്രമേ എടുക്കാറുള്ളൂ. ഞാൻ മേടിച്ച് വെക്കാറില്ല തുണികൾ. കാരണം വെച്ചാൽ ഒരുപോലെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് തുടക്കം മുതൽ നല്ലതായിരുന്നു. കാരണം വെച്ചാൽ പിള്ളേരുടെ തന്നെ ഫ്രണ്ട്സ് എന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അവരൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവരുടെ ഫ്രണ്ട്സ് കണ്ടു. അങ്ങനെ അപ്പം മുതൽ നല്ല തിരക്കാണ്. ഹാപ്പിലി ഓക്യുപ്പൈഡാണ്. പിന്നെ ഞാൻ ഒത്തിരി എടുക്കാറില്ല. കാരണം വെച്ചാൽ ഞാൻ തന്നെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എടുക്കാൻ മേലാത്തപ്പോൾ ഞാൻ പറയും ഞാൻ ചെയ്യാറില്ല, ചെയ്യാൻ പറ്റിയില്ല, ബുദ്ധിമുട്ടാണെന്ന് പറയും. കാരണം വെച്ചാൽ എനിക്ക് ആരും ഹെൽപ്പേഴ്സ് ഇല്ല. എന്ന് വെച്ചാൽ ഇതൊരു ഹോബി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം. ഭയങ്കര ഒരു വലിയ ബൾക്കായിട്ട് പരിപാടിക്കില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഹാപ്പിയാണ് ഞാൻ. വേർ ഓൾ ഹാപ്പിയായിട്ട് മാത്രമേ എനിക്ക് ഇതുവരെ വന്നിട്ടുള്ളൂ. അവർ പിള്ളേർ യൂഷ്വലി അവർ ഇട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ വരെ അവർ അയച്ചു തരാറുണ്ട് ഹാപ്പി ആയിട്ട്. അങ്ങനെ ഇതുവരെ വന്നിട്ടുള്ളൂ. വീട്ടിൽ പിള്ളേർ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു. ഹസ്ബൻഡ് ആദ്യമേ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം നൗ ഹിസ് ഹാപ്പി. കാരണം വെച്ചാൽ എന്നെ ഓക്യുപ്പൈഡ് ആയിരിക്കുന്നതുകൊണ്ട് ഹിസ് ഹാപ്പി. ആക്ച്വലി എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ചെയ്യാറുണ്ട്. പിന്നെ പെയിൻറ്റിങ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. കുക്കിംഗ് എല്ലാം തന്നെ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര പർട്ടിക്കുലറാണ്. പുള്ളിക്കാരൻ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പണ്ട് മുതലേ നന്നായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമായിരുന്നു പുള്ളിക്കാരന്. അപ്പോൾ അതിന് ഒരു വിട്ടുവീഴ്ചയില്ല അവിടെ. മെയിൻ കാര്യം എനിക്ക് 3 പെൺപിള്ളേരായിരുന്നേ. അപ്പം അവർക്ക് വേണ്ടി തയ്ച്ച് ഭയങ്കര ഇൻട്രസ്റ്റായി. പിന്നെ അപ്പോഴൊന്നും ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അവരുടെ പിള്ളേർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം മക്കൾ പറഞ്ഞു, അവരുടെ ഫ്രണ്ട്സുകാരോട് ചോദിക്കാം, ആൻറ്റിയോട് ഞാൻ കൂടി ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ്. ആക്ച്വലി എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല. കൊറിയർ ചിലപ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട്. ഔട്ട്സൈഡ് കേരള പോകുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ അതവിടെ എത്തുമോ. പക്ഷെ എല്ലാം ഇപ്പം DTDC ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇതുവരെയായിട്ട് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല കേട്ടോ. 1-2 ദിവസം ലേറ്റ് ആയെങ്കിലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. കേടുപാടുകൾ ഇതുവരെയും വന്നിട്ടില്ല കേട്ടോ. എനിക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആക്ച്വലി ഒരു പ്രോബ്ലമില്ല. ചിലർ പിന്നെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ക്ലിനിക്കിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. ചിലർ ഇപ്പം പരിസരത്താണെങ്കിൽ കൊറിയർ അയക്കേണ്ട കാര്യമില്ല, അവർ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയിക്കോളും. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഡ്രസ്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്കാണെങ്കിലും നമ്മളിപ്പം ബൂട്ടീസ്, കാലയിലിടുന്ന ബൂട്ടീസ്, മാച്ചിങ് തലയിലെ സാധനം എല്ലാം കൂടെ ഒരുമിച്ച് അവർക്കത് ഫുൾ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാർക്കും. അവർക്കിപ്പോൾ 1-2 കുട്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ ദേ മേക്ക് ഇറ്റ് എ ബിഗ് തിങ്. പാർട്ടിയൊക്കെ ആണെങ്കിലുമേ അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി നമ്മൾ അയക്കുന്ന ഡ്രസ്സുകൾ പിള്ളേരിട്ട് കാണുമ്പം അവർ ഫോട്ടോ അയക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർ ഇതിലും നന്നായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഇതുപോലെ പോവാൻ കംഫർട്ടബിളായിട്ട്. ഭയങ്കര ഓവർ അംബീഷ്യസ് ഒന്നും അല്ല. നമ്മുടെ ഇതിൽ പറ്റിയല്ല, അത്രയും ആവശ്യമില്ല. ഇവിടെ ആളെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ സ്റ്റിച്ചിങ് യൂണിറ്റോ അങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ തന്നെ ഫ്രം ഉടുപ്പ് തുണി എടുക്കുന്നത് മുതൽ ലാസ്റ്റ് ഹെമ്മിങ് വരെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. ആക്ച്വലി അങ്ങനെ അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ലെന്നുള്ളതാണ്, ഫാക്റ്റാണ്. പക്ഷേ നമുക്ക് സന്തോഷമാണല്ലോ, വിജയിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണല്ലോ. ഇത് ജസ്റ്റ് ഒരു ഹോബിയുടെ ആദ്യമേ കുറേ ഓർഡേഴ്സ് ഒരുമിച്ച് വന്നപ്പോൾ ആക്ച്വലി ഐ ഗോട്ട് സ്കേഡ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, തീർക്കാൻ പറ്റുമോ അത്. പക്ഷേ അത് ആദ്യത്തെ നമുക്കൊരു വെപ്രാളമാണ്. നമ്മൾ അങ്ങനെ പെട്ടെന്നൊരു ഓർഡർ 5-6 ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ക്യാൻ ബി ഫിനിഷ് ഇൻ ടൈം എന്നുള്ളൊരു എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ പ്രോബ്ലം വന്നില്ല, കുഴപ്പമില്ലായിരുന്നു. പിള്ളേരും ഇപ്പം അതെല്ലാം ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാനൊരു ലിമിറ്റിൽ കൂടുതൽ എടുക്കുകയല്ല. എനിക്കിപ്പം സപ്പോസിങ് ഇപ്പം നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു 3 ഡ്രസ്സസ് ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ ഐ എം സോറി മോളെ, എനിക്കൊരു 1.5 മാസം കൂടെ ടൈം തന്നില്ലെങ്കിൽ ഞാൻ എടുക്കുകയില്ല. ഞാൻ പറയും സോറി നെക്സ്റ്റ് ടൈം എന്ന് പറയും. കാരണം വെച്ചാൽ നമുക്ക് പറ്റിയല്ല. ചുമ്മാ നമ്മൾ ഓർഡർ എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തില്ല, ഇംപെർഫെക്റ്റായിട്ട് ഫിനിഷ് ചെയ്യാനും എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഉള്ളത് മതി എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ പോവാം. ഇനിയിപ്പം ഗ്രാൻഡ് ചിൽഡ്രനൊക്കെ വലുതായി. ഇപ്പോൾ അവർക്ക് ഒത്തിരി നാളുകൂടി ഇനി തയ്ക്കാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഇനിയിപ്പോൾ വേറെ ടൈപ്പ് ഡ്രസ്സായിരിക്കും, പുറത്താണ് അവർ. അപ്പം മറ്റുന്നത്രയും തയ്ച്ചു പോവാം ഹാപ്പിയായിട്ട്. ദൈവം ആരോഗ്യം തരുന്ന പോലെ.